നരേന്ദ്രമോദി നല്ലവനാണ്. നരേന്ദ്രമോദിയുടെ ഭരണം കേരളത്തിൽ വരണം. മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടാണ് BJP കേരളത്തിൽ വോട്ട് പിടിക്കുന്നത്. അപ്പോൾ പൊന്നു പ്രേക്ഷകരോട് ഒരു കാര്യം പറയാം. നരേന്ദ്രമോദിയുടെ സ്വന്തം നാടായ ഗുജറാത്തിന്റെ അവസ്ഥ എന്താണ്? അതിനുശേഷം BJP ഭരിക്കുന്ന മധ്യപ്രദേശിന്റെ അവസ്ഥ എന്താണ്? ഈ രണ്ട് വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഗുജറാത്തിലെ പാവങ്ങൾ എന്താണ് അനുഭവിക്കുന്നത്, മധ്യപ്രദേശിലെ പാവങ്ങൾ എന്താണ് അനുഭവിക്കുന്നത്, അത് ക്ലിയറായി കൃത്യമായിട്ട് നിങ്ങൾ കാണണം. അതിനുശേഷം പൊന്നു പ്രേക്ഷകരെ, നാളുകളിൽ അതായത് BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വീഡിയോ ക്ലിപ്പും ഞാൻ കൊണ്ടുവരിക തന്നെ ചെയ്യും. എൻ്റെ യൂട്യൂബ് ചാനൽ എന്നേക്കുമായിട്ടൊരു പക്ഷേ ഇല്ലാതായാലും പ്രശ്നമില്ല. അതായത് വായിൽ ഉശിർ ഉള്ളത്ര കാലം ഇതിനെ നമ്മൾ പ്രതികരിക്കണം. ഇതിപ്പോ നരേന്ദ്രമോദി അല്ല, രാഹുൽ ഗാന്ധി, പിണറായി വിജയൻ, ആര് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നിങ്ങൾ ഓരോരുത്തരും ക്ലിയറായി കൃത്യമായിട്ട് കാണണം. ഓക്കെ, എൻ്റെ പൊന്നു മോദിജി, ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് പോരെ കേരളമൊക്കെ നന്നാക്കുന്നത്. ഇത് ഇപ്പം കേരളം അല്ല, ഇത് സത്യം പറഞ്ഞു, ഇത് ഗുജറാത്തിലെ ബറോഡ എന്ന് പറയുന്ന സ്ഥലത്തെയാണ് കേട്ടോ. ഞാൻ ട്രെയിനിൽ പോകുന്നത് ജസ്റ്റ് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് ബംഗ്ലാദേശ് ആണോ? നമ്മൾ കളിയാക്കുന്നില്ലേ ബംഗാളികളുടെ ഒരു റീൽസ് കാണുമ്പോൾ ബംഗാളി എന്ന് പറയുന്നില്ലേ? ഇത് മോദിയുടെ സ്വന്തം ഗുജറാത്തിലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടുകയാണ്. എന്ത് വികസനമാണ് മോദി! അതായത് മോദിയുടെ ഒരു മന്ത്രമുണ്ട്, മതം പറഞ്ഞിട്ട്. പൊന്നു പ്രേക്ഷകരെ, മോദിയെ വിമർശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഇവിടെ കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇവിടെ കൃഷ്ണൻ ഒന്നാണ്, മുഹമ്മദ് ഒന്നാണ്, വിൻസെന്റ് ഒന്നാണ്. ജാതി മത ഭേദമില്ല. ഹിന്ദുവിന്റെയും മുസൽമാനിന്റെയും ക്രിസ്ത്യാനിന്റെയും ശരീരത്തിലുള്ളത് ചുവന്ന ചോരയാണ്. ഓക്കെ, അതുകൊണ്ട് വർഗീയത പറയേണ്ട. ഈ ലോകത്ത് ഒരൊറ്റ ദൈവമുള്ളൂ, ആ ദൈവത്തിന്റെ പേര് മനുഷ്യ ദൈവം. തൽക്കാലം നമ്മൾ അങ്ങനെ വിശ്വസിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ പൊന്നു മോദിയോട് ഒരു കാര്യം പറയുകയാണ്. ജയ് ശ്രീറാമ വിളിച്ചിട്ടല്ലേ നീ വോട്ട് പിടിക്കുന്നത്? നാണമുണ്ടോ? അതായത് ഗുജറാത്തിൽ നിങ്ങൾ ഒരു ഹൈന്ദവനെ പോയി കണ്ടാൽ അവറ്റകൾ പാവങ്ങളാണ്, വിദ്യാഭ്യാസമില്ലാത്തവരാണ്. മോദി അവറ്റകളുടെ ശരീരത്തിൽ മതമങ്ങ് നിറച്ചു കൊടുക്കുകയാണ്. അവറ്റകൾ, അതായത് മോദിയെ കാണുന്ന ഗുജറാത്തിലെ ചില കുടുംബങ്ങളുണ്ട്, മോദിയുടെ ഫോട്ടോക്ക് ഇങ്ങനെ പൂജിക്കുകയാണ്. ഇപ്പൊ നമ്മൾ പറയുന്നില്ലേ, അതായത് ദൈവമേ ഒന്ന് മഴ വരണേ, നല്ല വെയിലാണ്, അങ്ങനെ മോദിയോട് പറയുകയാണ്, മോദിയെ ഒന്ന് മഴ വരുത്തിക്കണേ, മോദിയെ നല്ല വെയിലാണെന്ന്. അത്രയും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആൾക്കാരാണ്. നോക്കൂ നരേന്ദ്രമോദി, മതം പറഞ്ഞുകൊണ്ട് നീ അവിടെ വോട്ട് പിടിക്കുന്നു. എന്ത് ചെയ്തു? നിന്റെ സ്വന്തം നാടെങ്കിലും വികസിപ്പിച്ചൂടെ നരേന്ദ്രമോദി നിങ്ങൾക്ക്? ഓക്കെ, ബാക്കിയും കൂടി കേട്ടു. നിങ്ങൾ പറയും ഇതൊരു ചെറിയ ഗ്രാമമായിരിക്കും. അല്ല, നിങ്ങൾ ഇനി ഞാൻ പ്ലേ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കാണണം. അതായത് ഗുജറാത്തിലെ മറ്റൊരു ഭാഗത്തിന്റെ അവസ്ഥ. അല്ലാതെ ഇത് ഞാൻ ആവശ്യം ഉണ്ടായിട്ട് എടുത്ത വീഡിയോ ഒന്നുമല്ല, ചുമ്മാ എടുത്ത വീഡിയോ. ചുമ്മാ എന്ന് പറഞ്ഞാൽ വെറും ചുമ്മാ. അത് ബറോഡയൊക്കെ കൊള്ള അടിപൊളിയാണെന്ന് നമ്മുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞത് കാരണം നീ അവിടെ പോയി താമസിക്കണം. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരവിടെ പോയി താമസിക്കും? എന്താണ് നരേന്ദ്രമോദി, എന്താണ് അമിത്ഷാ, എന്താണ് ഇന്ത്യയിലെ ഒരു പൗരൻ എന്ന നിലയിൽ SIR എൻ്റെ വോട്ടർ പട്ടികയിൽ എൻ്റെ പേരുണ്ട്. ഓക്കെ, ഇപ്പൊ നിലവിൽ പറയുന്നത് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരെ നാട് കടത്തുന്നാണല്ലോ. അപ്പോൾ വോട്ടർ പട്ടികയിൽ പേരുള്ളത് കൊണ്ട് ഞാൻ ഇന്ത്യയിലെ ഒരു പൗരനാണ്. അപ്പോൾ എനിക്ക് ചോദ്യം ചോദിക്കേണ്ട അധികാരം എനിക്കുണ്ട്. നിങ്ങൾ എന്ത് ചെയ്തു? പ്രധാനമന്ത്രിയുടെ സ്വന്തം നാടായ ഗുജറാത്താണ്. അവിടെ നമ്മൾ പോയിട്ട് ഒരു മുസൽമാനാണോ ക്രിസ്ത്യനാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തല പോവും. അങ്ങനെ നാടാണ്. കാരണം അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയൂല, അവിടുത്തെ നാട്ടുകാരെ. മോദിയാണ് എല്ലാത്തിനും കാരണം. മതമാണ്. അവറ്റകൾ പാവം വിചാരിച്ചത് ഞാൻ മതം കൊണ്ടുവരുന്നതല്ല പൊന്നു പ്രേക്ഷകരെ, എനിക്ക് മതമില്ല. അതായത് വിഷയം പറയുമ്പോൾ പറയേണ്ടി വരുന്നതാണ്. അവിടുത്തെ പൊന്നുമക്കൾ ജയ് ശ്രീരാം, അതായത് ദൈവം 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 ദൈവം, അമ്പലം ദൈവം ദൈവം ദൈവം, അങ്ങനെ ആക്കി BJP സർക്കാർ. വിവരവും വിദ്യാഭ്യാസവും എന്ന് പറയുന്നത്, അതായത് ഒരു 3ാം ക്ലാസിന്റെ വിദ്യാഭ്യാസമുള്ളവർക്ക് തിരിച്ചറിയൂലേ? നിങ്ങൾ തന്നെ നോക്കണം, ഇത് ബംഗ്ലാദേശാണ്. എന്താണ്? ബാക്കിയും കൂടി കണ്ടു നോക്കാം. ഇത് സത്യം പറഞ്ഞാൽ ഗുജറാത്തിലെ പല സ്ഥലങ്ങളിലും ഉള്ളൊരു കാഴ്ചയാണ്. സ്വാഭാവികം, നിങ്ങളുടെ കുഴപ്പമൊന്നുമല്ല. കാരണം വെച്ചാൽ വിദ്യാഭ്യാസ കുറവാണ്. വിവരവും വിദ്യാഭ്യാസം ഉള്ളവനൊന്നും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോലും താമസിക്കത്തില്ല. താമസിക്കും ബ്രോ, വേറെ വഴിയില്ല. ബ്രോ പറയുകയാണ് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ വേറെ വഴിയില്ല, എങ്ങോട്ട് ഓടാനാണ്? അപ്പോ നരേന്ദ്രമോദിയോട് ഒരു കാര്യം പറയാം. കേരളത്തിൽ നിങ്ങൾ വന്ന് കേരളത്തെ വികസിപ്പിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? നിങ്ങൾ പ്രധാനമന്ത്രിയായ നിങ്ങളുടെ നാടിനെ നിങ്ങൾക്ക് വികസിപ്പിക്കാൻ കഴിയാത്ത നിങ്ങൾ കേരളത്തിൽ എന്ത് തേങ്ങയാണ് നരേന്ദ്രമോദി നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? സുരേഷ് ഗോപിയോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ബാക്കി വിഷയത്തിലേക്ക് കടക്കാം.
അല്ലയോ സുരേഷ് ഗോപി, നീ തൃശൂരിൽ 2 തവണ 8 നിലയിൽ പൊട്ടിയപ്പോ സുരേഷ് ഗോപി പറയുകയാണ്, ഒരു തവണ നിങ്ങൾ പാർട്ടി നോക്കണ്ട, BJP-യെ എന്നെ വിജയിപ്പിച്ച് വിടൂ, ഞാൻ വികസിപ്പിച്ച് തന്നോളാമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. എന്നാൽ വിജയിച്ചതിന് ശേഷം സുരേഷ് ഗോപി തിരിഞ്ഞു നോക്കുന്നില്ല തൃശ്ശൂരിനെ. തൃശ്ശൂർ പൂരം കലക്കിയിട്ടാണ് ജയിച്ചതൊക്കെ, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ജയിച്ച മനുഷ്യനാണ്, കള്ള വോട്ടാണ്, എന്ത് മണ്ണാങ്കട്ടയാണെങ്കിൽ അദ്ദേഹം ജയിച്ചു. അപ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത് ജയിക്കുന്നതിന് മുമ്പ്? അങ്ങ് എനിക്ക് തൃശ്ശൂർ എന്നെ അന്ന് എങ്ങനെ എനിക്കൊന്ന് തരൂന്ന് പറഞ്ഞിട്ട് ഞാൻ വികസിപ്പിച്ചെടുക്കാന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ തൃശ്ശൂരിനെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ്. അത് എന്തൊക്കെയോ വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്, ഒരൊറ്റ വാഗ്ദാനം പോലും ഇദ്ദേഹം പാലിച്ചിട്ടില്ല എന്നാണ്. സംഘികളോടൊരു കാര്യം പറയാം, BJP-യോടൊരു കാര്യം പറയാം. നിങ്ങൾ എന്നെ വിളിക്കുകയാണെങ്കിൽ അടുത്ത വീഡിയോ പിന്ന് ചെയ്ത് വെക്കാൻ നിങ്ങൾ ഇടുന്ന കമന്റ്, സുരേഷ് ഗോപി അവിടെ അതായത് തൃശ്ശൂരിലേക്ക് വരികയാണ്, അതിനുശേഷം കുറെ അമ്മമാർ സുരേഷ് ഗോപിയുടെ അടുത്ത് പോവുകയാണ്, സുരേഷ് ഗോപി ഞങ്ങൾക്ക് വീടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന പ്രശ്നത്തിലുണ്ട്. സുരേഷ് ഗോപി മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഒരു കാര്യം പറയാം, സുരേഷ് ഗോപി വോട്ട് പിടിച്ചത് ചില വീട്ടിലേക്ക് കയറുകയാണ്, അതായത് കോൺഗ്രസിന്റെ വീടോ അല്ലെങ്കിൽ CPM-ന്റെ വീട്ടിലേക്കോ കയറിയിട്ട് പറയുകയാണ്, നിങ്ങൾ കഴിഞ്ഞ വർഷം LDF-നോ അല്ലെങ്കിൽ UDF-നോ വോട്ടിട്ടതായിരിക്കും, എന്നാൽ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ BJP-ക്ക് വോട്ടിട്ട് ഞാൻ, അതായത് സുരേഷ് ഗോപിയായ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കടമുണ്ടെങ്കിൽ, നിങ്ങൾ ജപ്തി ഭീഷണിയിലാണുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ മാറ്റിത്തരുമെന്ന് അമ്മമാരോട് സുരേഷ് ഗോപി പറഞ്ഞ് പറ്റിക്കുകയാണ്. അമ്മമാർ, സുരേഷ് ഗോപി ജയിച്ചാൽ ഞങ്ങളുടെ കടമില്ലാതാവും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അമ്മമാർ സുരേഷ് ഗോപി കോട്ടിടുകയാണ്. പക്ഷേ ജയിച്ചതിന് ശേഷം ആ അമ്മമാർ സുരേഷ് ഗോപിയുടെ അടുത്ത് പോവുകയാണ്. അടുത്ത് പോകുമ്പോൾ സുരേഷ് ഗോപി തിരിഞ്ഞു നോക്കുന്നില്ല. ഓഫീസിലേക്ക് പോകുമ്പോൾ പറയുകയാണ് സിനിമാ സെറ്റിൽ തിരക്കിലാണ്. ഇങ്ങേരെ പിന്നെ എന്തിനാണ് ജയിപ്പിച്ച് വിട്ടത്? ഇതിനെ BJP-ക്കാർ വിളിക്കുന്നുണ്ടെങ്കിൽ തെളിവ് ഇത്രയുണ്ട് എൻ്റെ കയ്യിൽ, എല്ലാം കൊണ്ടുവരാം. ഓക്കെ, പ്രത്യേകിച്ചിട്ട് ഇപ്പൊ അതിനെപ്പുറത്ത് ഞാൻ സംസാരിക്കുന്നില്ല എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിൽ എന്ത് ഭാവിച്ചിട്ടാണ് നമ്മൾ BJP-ക്ക് വോട്ടിടുന്നത്? കേരളത്തിൽ നമ്മൾ കൊല്ലാനാണോ? ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ബാക്കി വിഷയത്തിലേക്ക് കടക്കാം. പൊന്നു പ്രേക്ഷകരെ, ഇത് വിദേശികൾ കാണുന്നുണ്ടാവും എൻ്റെ വീഡിയോ. അമേരിക്കയിലേക്കും ഇംഗ്ലണ്ടിലേക്കും ദുബായിലേക്കും സൗദി അറേബ്യയിലേക്കും ഒരു മലയാളി കേരളക്കാരന് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ എന്ത് വിലയാണ്? മലയാളിയാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മതം ഏതുമായിക്കൊള്ളട്ടെ, നീ മലയാളിയാണോ കേരളക്കാരനാണോ എന്ന്, അതായത് നമ്മൾ മലയാളികൾ വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിലയാണ്. കാരണം മലയാളികൾക്ക് ബുദ്ധിയുണ്ട്. മലയാളികൾ പരസ്പരം ജാതി പറയുന്നില്ല, വർഗീയത പറയുന്നില്ല, അത്ര വിലയാണ് നമുക്ക്. ആ വില കളയാൻ ഇവിടേക്ക് ചാണക ഭരണം വരണമെന്നാണോ നിങ്ങൾ പറയുന്നത്? നമ്മുടെ കേരളത്തിനെ ഗുജറാത്ത് ആക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ജാതി പറഞ്ഞിട്ട് കഴിഞ്ഞ മഞ്ചേശ്വരം, എന്റെ മണ്ഡലം മഞ്ചേശ്വരത്താണ്, ഏതോ ഒരു പശു കൊണ്ടുവന്ന ഒരാളെ ഭീഷണിപ്പെടുത്തി എന്നാണ് കേട്ടത്. നാണമുണ്ടോ നിങ്ങൾക്ക്? കഴിക്കുന്ന ഭക്ഷണം, അതൊക്കെ കഴിക്കുന്ന ഭക്ഷണമല്ല, അതിനൊക്കെ ചോദ്യം ചെയ്യാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത്? ഇപ്പൊ പറയുമ്പോൾ ഞാൻ വലിയൊരു സുഡാപ്പിയാവും. ഞാൻ വീണ്ടും പറയുന്ന പൊന്നു പ്രേക്ഷകരെ, എനിക്ക് പേഴ്സണലി ഇന്ന പാർട്ടി കോൺഗ്രസോ CPM-ഓ LDF-ഓ അങ്ങനെ ഒന്നുമില്ല. ആര് തെറ്റ് ചെയ്താലും ഞാൻ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. നമുക്കൊന്നും ഇവിടെ പോയി തൂറാൻ പോലും പറ്റത്തില്ല. കാരണം വെച്ചാൽ നമുക്ക് ഇച്ചിരി മൂത്രം ഒഴിക്കാൻ പോലും പറ്റത്തില്ല. കാരണം വെച്ചാൽ നമ്മളെ മൂത്രം ഒഴിക്കാൻ നേരം 2 സൈഡും നോക്കും. കാരണം വെച്ചാൽ നമ്മുടെ ഉക്കാമണി ആരെങ്കിലും കാണുന്നു. ഇവർക്ക് അങ്ങനെ ഒരു സംഭവമില്ല. പൊന്നു മനുഷ്യ, വിവരം വിദ്യാഭ്യാസം. ഇപ്പൊ നമ്മൾ റോഡ് സൈഡിലൂടെ മൂത്രം ഒഴിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു വിവരമുണ്ട്, ആരെങ്കിലും കണ്ടാൽ എങ്ങനെ. ഇവറ്റകൾക്ക് വിവരമില്ല, വിദ്യാഭ്യാസമില്ല, ജനങ്ങളോട് എങ്ങനെ സംസാരിക്കണമെന്നറിയില്ല, ഒന്നും അറിയില്ല. മൃഗത്തെ പോലെ ജീവിച്ചു. നരേന്ദ്രമോദി പറഞ്ഞു ആരാധിക്കാൻ ജയ് ശ്രീറാമിനെ, ജയ് ശ്രീറാം വിളിച്ചിട്ട് എങ്ങോട്ടെങ്കിലും ഓടുന്നു. ശ്രീറാം ശ്രീറാം. ഞാൻ താപ്പാക്കുന്നതല്ല, ചെറുതാക്കുന്നതല്ല ദൈവം. നമ്മൾ ജനിച്ചത് മുസ്ലിമിലായാലും ഹിന്ദുവിലായാലും ക്രിസ്ത്യാനിലായാലും ഏത് മതത്തിലാണ് നമ്മൾ ജനിച്ചത്, ആ മതം എന്താണോ പറഞ്ഞത് അതുപോലെ നമ്മൾ ജീവിക്കൂ. അല്ലാതെ അതിന് ഓവർ എന്തിനാണ്? എല്ലാം കൂട്ടി നോക്കുമ്പോൾ പ്ലസ് ഒരൊറ്റ ദൈവമാണ് വരുന്നത്. ഓക്കെ, അല്ലാതെ ജാതിയുടെ പേരിൽ മതം. ഇവറ്റകൾക്ക് വിവരം, വിദ്യാഭ്യാസം, ഇത്രയെങ്കിലും വിദ്യാഭ്യാസമുള്ള ഗുജറാത്തികൾ മോദി കോട്ടിടോ. അതായത് ഞാനൊന്നും പറയുന്നില്ല, ഈ ദൃശ്യം കാണുമ്പോൾ വല്ലാത്തൊരവസ്ഥയാണ്. 2002 എന്ന് ഞാൻ ആലോചിച്ച് പോകുന്നുണ്ട്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. അവിടെ ആശാ വർക്കർ പോയിട്ട് ആശാ വർക്കർ എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയത്തില്ല. നമ്മുടെ കേരളത്തിൽ പ്ലാസ്റ്റിക് എടുക്കാനും അവിടെ ഇടരുത്, അല്ലെ ഈ സാധനം അവിടെ കൊണ്ട് എറിയരുത് എന്ന് പറഞ്ഞു തരാനും പഠിപ്പിച്ചു തരാനും ഒത്തിരി പേരുണ്ട്. നമ്മൾ അവിടെ കണ്ടുപോയിട്ടുണ്ടല്ലോ. ഈ കഴുക്കൊക്കെ കാണും നിങ്ങൾ. എന്തൊക്കെ അഖിൽമാരാരോടൊരു കാര്യം പറയും, എടാ ചാണകത്തിലേക്ക് ചവിട്ടുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണമായിരുന്നു.
എന്തൊക്കെയാ നമ്മൾ ഈ കാണുന്നത്? സത്യം പറഞ്ഞാൽ ഇതാണ് ഗുജറാത്ത്. അപ്പോൾ പൊന്നു പ്രേക്ഷകരെ, മധ്യപ്രദേശിന്റെ അവസ്ഥ എന്തെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു വീഡിയോ ക്ലിപ്പും കൂടി ഒറ്റ സെക്കൻഡ്. അതെങ്ങനെയാ? നിങ്ങളതുവഴി യാത്ര ചെയ്തിട്ടില്ലല്ലോ. നിങ്ങളുടെ ഈ ബറോഡയാണ് ഈ കാണുന്നത്. അല്ല നമ്മുടെ ആണെങ്കിൽ തിരുവനന്തപുരമോ അല്ലെങ്കിൽ കൊച്ചിയോ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊന്നും അല്ല, ആലപ്പുഴയൊന്നും അല്ല ഇത്. ഇത് നിങ്ങളുടെ ഇതാണ്. ഈ ടയറൊക്കെ എടുത്ത് മാറ്റാൻ പറ. അവർക്ക് വാർക്കൊക്കെ ഇട്ടിട്ടെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കണം. അല്ല ഇമാരെയൊക്കെ ഒഴിപ്പിച്ചത്, ഇമാരെല്ലാം അടിച്ചു ഓടിയത് അവിടെ. സത്യം പറഞ്ഞാൽ ഞെട്ടുകയാണ്. എന്താണ് ഇതിന് മോദി, നരേന്ദ്രമോദിയാണ് ഇതിന് ഉത്തരം തരേണ്ടത്. പ്രിയ മോദിയോട് ഒരു കാര്യം പറയുകയാണ്, അങ്ങ് വലിയ പ്രധാനമന്ത്രിയാണ്, അങ്ങ് റഷ്യയിലേക്ക് പോകുന്നുണ്ട്, അങ്ങ് ലോകം ചുറ്റുന്നുണ്ട്. അങ്ങക്ക് നിങ്ങളുടെ സ്വന്തം നാടായ ഗുജറാത്തിനെ ഇത്തിരിയെങ്കിലും വികസിപ്പിച്ചൂടെ മോദി? താഴ്മയായി അപേക്ഷിക്കുകയാണ്. നിങ്ങൾ മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ വോട്ട് പിടിക്കാൻ ഞങ്ങൾക്ക് നാണമില്ലേ? ഓക്കെ, അപ്പൊ മധ്യപ്രദേശിലെ അവസ്ഥ, ബി ജെ പി എക്കാലത്തും ഭൂരിപക്ഷത്തിൽ ഭരിക്കുന്ന മധ്യപ്രദേശിന്റെ അവസ്ഥ എന്താണ് നമുക്ക് കേട്ടിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, BJP 15 വർഷത്തിലേറെയായി ഭരിക്കുന്ന മധ്യപ്രദേശിലെ സ്കൂൾ കുട്ടികൾ ഇങ്ങനെ കീറിയ ന്യൂസ് പേപ്പറിൽ ഉച്ചഭക്ഷണം കഴിക്കുന്ന അതേ ഇന്ത്യയിൽ തന്നെയാണ് അംബാനി തന്റെ മകന്റെ വിവാഹം 5000-ലേറെ കോടി രൂപ ചെലവാക്കി ആഘോഷമായി നടത്തുന്നു. നാണമുണ്ടോ മധ്യപ്രദേശ് സർക്കാർ നിങ്ങൾക്ക്? ഇത്തിരിയെങ്കിലും ഉള്ളുപ്പുണ്ടോ മധ്യപ്രദേശ് സർക്കാർ നിങ്ങൾക്ക്? വോട്ട് പിടിക്കുന്നുണ്ടല്ലോ ജയ് ശ്രീറാം പറഞ്ഞിട്ട്. ആ പൊന്നു ശ്രീറാമിന്റെ മക്കളല്ല അവിടെ ഫുഡ് കഴിക്കുന്നത്. ആ ശ്രീറാമിന്റെ മക്കൾക്ക് എന്തുകൊണ്ട് പ്ലേറ്റ് വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾക്ക് ഗതിയില്ലേ? സത്യം പറഞ്ഞാൽ ഇതൊക്കെ എന്താണ്? UP യോഗി ആദിത്യനാഥിന്റെ ഒരു കഥ, ഇതിന്റെ ബാക്കി വീഡിയോ ഞാൻ വെച്ച് തരാം. യോഗി ആദിത്യനാഥിന്റെ ഒരു കഥ. അങ്ങേര് കാവ്യവസ്ത്രമല്ലാതെ വേറെ വസ്ത്രം ധരിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. അദ്ദേഹത്തിന് അങ്ങനെയുള്ള വസ്ത്രം ധരിക്കാനുള്ള അധികാരമുണ്ട്. നമ്മൾ അതിനെ ചോദ്യം ചെയ്യുന്നില്ല. ക്രിസ്മസ് വന്ന സമയത്ത് അദ്ദേഹം ലീവ് കൊടുത്തിട്ടുള്ള സ്കൂളിലേക്ക് മാത്രമല്ല, ക്രിസ്മസ് ദിവസം നിർബന്ധമായിട്ടും ക്രിസ്ത്യാൻ കുട്ടികൾ ക്രിസ്മസ് ദിവസം സ്കൂളിലേക്ക് പോകണം, ഇല്ലെങ്കിൽ നടപടി. ഞാൻ അദ്ദേഹം ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ടൊന്നും പറയുന്നില്ല. ഓക്കെ, അവറ്റവരുടെ അപ്പന്റെ വകയാണോ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം? പൊന്നു പ്രേക്ഷകരെ, അതായത് ഇവിടെ മതേതര രാജ്യമാണ് ഇന്ത്യ, അല്ലാതെ ഹിന്ദു രാജ്യമോ മുസൽമാൻ രാജ്യമോ ക്രിസ്ത്യൻ രാജ്യമോ അല്ല. ഇവിടെ പെരുന്നാൾ വരുമ്പോൾ അവധി കൊടുക്കണം, ദീപാവലി വരുമ്പോൾ അവധി കൊടുക്കണം, ക്രിസ്മസ് വരുമ്പോൾ അവധി കൊടുക്കണം. ഓക്കെ, മറ്റേ മധ്യപ്രദേശിന്റെ ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഇങ്ങനെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന നമ്മുടെ ഇന്ത്യയിലെ സർക്കാർ ആശുപത്രികളും എലികൾ ഓടിക്കളിക്കുന്ന ICUകളും നന്നാക്കാൻ പോയിട്ട് ഒന്ന് സന്ദർശിക്കാൻ പോലും സമയമില്ലാത്ത മുഴുവൻ രാഷ്ട്രീയക്കാരും അംബാനിയുടെ മകന്റെ വിവാഹത്തിന് കൃത്യമായി എത്തിയതും ആടിപ്പാടി ആഘോഷിച്ചതും ഇതേ ഇന്ത്യയിലാണ്. പൊന്നു ഗുജറാത്തികളും പൊന്നും മധ്യപ്രദേശികളും അറിയാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഒരു വാക്ക് ഞാൻ പറയാം. ഓക്കെ, തും ലോഗ് ദേഖോ ഭായ്, ഓ ബോൾത്താ ഹൈ ഹിന്ദു മുസൽമാൻ ബോൾ കെ ഓ അച്ഛാ സെ ജാത്താ ഹൈ. അതായത് നരേന്ദ്രമോദി ഹിന്ദു മുസൽമാൻ എന്ന് പറഞ്ഞിട്ട് വോട്ട് പിടിക്കുന്നു. പാവങ്ങൾ, ജയ് ശ്രീറാമല്ലേ, ഞങ്ങളുടെ ദൈവമല്ലേ, ഞങ്ങളുടെ ദൈവത്തിനല്ലേ മോദി സപ്പോർട്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പാവങ്ങൾ വോട്ടിടുകയാണ്. നിങ്ങൾ തന്നെ നോക്കണം. അതായത് അംബാനിയുടെ മകനുടെ കല്യാണത്തിന് മോദി സൂട്ടും കോട്ടും ഇട്ട് പോവുകയാണ്. അവിടെ 5000 കോടിയുടെ മറ്റേതാണ്. പാവപ്പെട്ട മധ്യപ്രദേശിലെ കുട്ടികൾ കഞ്ഞു കുടിക്കാൻ ഗതിയില്ലാതെ തെണ്ടുകയാണ്. ഇതൊന്നും കാണുന്നില്ല, ആരും ചോദ്യം ചെയ്യൂല. കാരണം സ്കൂളിലേക്ക് പോകുന്നത്, ഇപ്പോൾ മധ്യപ്രദേശ് സർക്കാർ പറയും ഞങ്ങളുടെ സ്കൂളിലേക്ക് വരാൻ ആളില്ല എന്ന്. വിദ്യാഭ്യാസം ഇല്ലല്ലോ, ആരെങ്കിലും 2 പേര് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ചോദ്യം ചെയ്യാൻ ആളില്ല അവിടെ. അതായത് ഭക്ഷണം ശരിക്കും പ്ലേറ്റും ഭക്ഷണവും എത്തിച്ചാൽ ആ പൈസ മുക്കുന്ന ആര് ചോദിക്കാൻ? വിദ്യാഭ്യാസം വേണ്ടേ ചോദിക്കാൻ? ബാക്കിയും കൂടി കേട്ടു നോക്കാം. ഈ അംബാനി അടക്കമുള്ള മുതലാളിമാരും അവരുടെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങുന്ന രാഷ്ട്രീയക്കാരും നമ്മളെ ബ്രിട്ടീഷുകാരേക്കാൾ ഭീകരമായി കൊള്ളയടിക്കുകയാണെന്ന സത്യം ഇനിയെങ്കിലും നമ്മൾ ഇന്ത്യക്കാർ തിരിച്ചറിയണം. വേൾഡ് ഇനീക്വാലിറ്റി ലാബിന്റെ 2026 റിപ്പോർട്ട് പ്രകാരം നമ്മുടെ രാജ്യം അപകടത്തിലാണ്. രാജ്യത്തെ 1% വരുന്ന അംബാനിയെ പോലെയുള്ള പണക്കാർ മൊത്തം രാജ്യത്തെ സമ്പത്തിന്റെ 40%-ലേറെ കയ്യിൽ വെക്കുമ്പോൾ ജനസംഖ്യയുടെ 50% വരുന്ന നമ്മൾ സാധാരണക്കാരുടെ കയ്യിൽ മൊത്തം രാജ്യത്തെ സമ്പത്തിന്റെ 7% പോലുമില്ല. എന്താണല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല. ആരോടാണ് പറയുന്നത്? ഇവിടെയാണ് മോദി വന്ന് മോദിയെ ഗ്യാരണ്ടി എന്ന് പറയും. എന്തർത്ഥമാണ്? ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോ? 10 വർഷം ഇന്ത്യ ഭരിച്ചു, എന്ത് ചെയ്തു നിങ്ങൾ? എന്നാൽ അമ്പലം പടഞ്ഞു. ഞാൻ വേറൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ കൂടിപ്പോവും. പൊന്നു പ്രേക്ഷകരെ, ഏറ്റവും അവസാനത്തെ ഒരു വീഡിയോ ക്ലിപ്പും കൂടി കണ്ടിട്ട് ഇത്തിരി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഈ പണക്കാർക്കും സാധാരണക്കാർക്കും ഇടയിലെ സമ്പത്തിലെയും വരുമാനത്തിലെയും ഒക്കെ ഗ്യാപ്പ്
ഇപ്പോൾ ബ്രിട്ടീഷ് കാലത്തേക്കാൾ ഭീകരമായ അവസ്ഥയിലാണ്. അതാണ് ആദ്യം പറഞ്ഞത്. ബ്രിട്ടീഷുകാരേക്കാൾ ഭീകരമായി നമ്മളെ ഈ കോർപ്പറേറ്റ് പൊളിറ്റിക്കൽ നെക്സസ് കൊള്ളയടിക്കുകയാണ്. ഈ നെക്സസ് കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ ന്യൂസ് ചാനൽസ് ഒരിക്കലും നിങ്ങളോട് ഈ അപകടത്തെക്കുറിച്ച് പറയില്ല. സോ ആ കള്ളന്മാരായ ന്യൂസ് ചാനൽസ് പറയാത്ത സത്യങ്ങൾ അറിയാൻ ഈ മുഖംമൂടിയെ ഫോളോ ചെയ്യും. സി യു സൂൺ. ഓക്കെ, ഇദ്ദേഹത്തെ ഞാൻ ഫോളോ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം പറയുന്നുണ്ട്. പേടിച്ചിട്ടായിരിക്കും മറ്റേ ഇതൊക്കെ വെച്ചത്. നമുക്കെന്ത് പേടിയല്ലേ, നമുക്കെന്ത് പേടി. എനിക്കൊല്ല 3 ദിവസത്തെ ദുന്യാവാണ് പ്രേക്ഷകരെ. ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്ന് എനിക്കറിയത്തില്ല. ഈ കാണുന്ന നിങ്ങൾക്ക് ഇത് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നത് വരെ നിങ്ങൾ ഇരുന്ന് കാണുമോ നിങ്ങൾക്കറിയില്ല. ഇവിടെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ്. അത് മോദിയല്ല, പിണറായി അല്ല, രാഹുൽ ഗാന്ധി അല്ല, രമേശ് ചെന്നിത്തലയല്ല, ആര് തെറ്റ് ചെയ്താലും നമ്മളത് ചോദിക്കണം. ഇതിന്റെ പേരിൽ, ഈ ചോദിച്ചതിന്റെ പേരിൽ നമ്മൾ തൂക്കിക്കൊല്ലുന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, തൂക്കിക്കൊല്ലട്ടെന്നെ. നമ്മളിവിടെ ഫിക്സഡ് ആയിട്ട് ജീവിക്കാവുന്നവരാണല്ലോ. അങ്ങനെയെങ്കിൽ അങ്ങനെ, നമ്മുടെ വിധി അങ്ങനെ ആയിരിക്കും. അതെ, നമ്മൾ ഒരുത്തനെ കൊന്നിട്ടോ കഞ്ചാവ് വിറ്റിട്ടോ അല്ലെങ്കിൽ മറ്റേ ചെയ്തിട്ടോ ഒന്നും അല്ലല്ലോ നമ്മൾ അങ്ങനെ മരിക്കുന്നത്. ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ടല്ലേ. അപ്പോൾ നമുക്കൊക്കെ, ഞാനൊരു കാര്യം പറയാൻ പൊന്നു പ്രേക്ഷകരെ, ഇലക്ഷൻ വരാൻ പോവുകയാണ്. ചിലപ്പോൾ LDFനായിരിക്കും, UDFനായിരിക്കും, BJPക്കായിരിക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. എൻ്റെ പൊന്നു പ്രേക്ഷകരോട് ഒരൊറ്റ കാര്യം പറയുകയാണ്. MLA, അതായത് ഇപ്പോൾ കേരളം ആരും ഭരിച്ചോട്ടെ, VD സതീശൻ ഭരിച്ചോട്ടെ, പിണറായി വിജയൻ ഭരിച്ചോട്ടെ, ഗോവിന്ദൻ ഭരിച്ചോട്ടെ, ചെന്നിത്തല ഭരിച്ചോട്ടെ, പ്രശ്നമില്ല. നിങ്ങളുടെ നാട് നന്നാവണമെങ്കിൽ നല്ലൊരു MLA വേണം നിങ്ങൾക്ക്. അവനിപ്പോൾ BJPക്കാരനാണോ, CPMകാരനാണോ, UDFകാരനാണോ നിങ്ങൾ നോക്കണ്ട. മുസ്ലിം ലീഗുകാരനാണോ, SDPIക്കാരനാണോ, RSSകാരനാണോ, എന്ത് മണ്ണാങ്കട്ടായിക്കൊള്ളട്ടെ, അവൻ നല്ല മനുഷ്യനാണെങ്കിൽ അവനെ ജയിപ്പിച്ചാൽ നിങ്ങളുടെ നാട് നന്നാവുമെങ്കിൽ, അതായത് നിങ്ങളൊരു അർജന്റീന നിങ്ങൾ വിളിച്ചാൽ വരുന്നവനാണെങ്കിൽ, നിങ്ങൾ നല്ലൊരു കടത്തിലാണ്, നിങ്ങളുടെ വീട് ജപ്തിയാണ്, അങ്ങനെയാണെങ്കിൽ വിളിച്ചപ്പോൾ അവൻ വരുന്നവനാണെങ്കിൽ, അവൻ നിങ്ങൾക്ക് താങ്ങായിട്ട് ചെറിയ ഹെൽപ്പ് ചെയ്യുന്നവനാണെങ്കിൽ, അവൻ RSS ആകട്ടെ, SDPIക്കാരനാകട്ടെ, BJP ആകട്ടെ, UDF ആകട്ടെ, CPMകാരട്ടെ, അവനെ നിങ്ങൾ വോട്ടിട്ട് വിജയിപ്പിക്കണമെന്ന് എൻ്റെ പൊന്നു പ്രേക്ഷകരോട് ഞാൻ പറയുകയാണ്. ഇതാണ് എൻ്റെ നിലപാട്. ഓക്കെ, നമ്മുടെ നാട് നന്നാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. കുറേ പേര് പറഞ്ഞു റിസ്ക് അല്ലേ, റിസ്ക് ആണ്. നരേന്ദ്രമോദിക്കെതിരെ സംസാരിച്ചാലും, പിണറായി വിജയനെതിരെ സംസാരിച്ചാലും, അല്ലെങ്കിൽ VD സതീശനെതിരെ സംസാരിച്ചാലും റിസ്ക് ആണ്. നമ്മൾ പറയേണ്ട കാര്യം പറയുക തന്നെ ചെയ്യും. ഭീഷണി വരും, കമൻറ്റ് വരും, തെറി വരും, പേഴ്സണലി എന്തൊക്കെയോ മെസ്സേജ് വരും. ഇതൊന്നും നമ്മൾ ഒരിക്കലും ബാധിക്കുന്നതല്ല. ഇനിയും തുടരുക തന്നെ ചെയ്യും. നാളെ എങ്ങനെയാണ് പിണറായി വിജയൻ അധികാരത്തിൽ 10 വർഷം, അതായത് 2 വർഷം പിണറായി, 2 തവണ പിണറായി വിജയൻ എങ്ങനെ മുഖ്യമന്ത്രിയായി, അതിനാരാണ് പിന്നിൽ കളിച്ചത്, അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പുമായി വരുന്നുണ്ട്. പൊന്നു പ്രേക്ഷകരോട് ഒരു കാര്യം കൂടി പറയാം. ഇൻസ്റ്റഗ്രാം ലിങ്ക് ബയോയിലുണ്ട്. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്തിട്ട് BJP ആര് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവരെന്തെങ്കിലും ഒരു പ്രൂഫ്, ഒരു വീഡിയോ ക്ലിപ്പ് എനിക്ക് അയച്ചെന്നാൽ മുഖം മൂടി ഞാനത് ഉറപ്പായിട്ടും ഇങ്ങനെ ഓപ്പണായിട്ട് റിയാക്ട് ചെയ്യാം. നമുക്ക് പേഴ്സണലി ഒരൊറ്റ വണ്ണത്തിൻ്റെയും പേടിയില്ല. അപ്പോൾ തൽക്കാലം എൻ്റെ ചെയ്യുകയാണ്. ഓക്കെ, ബൈ.